നമസ്കാരം. പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഓരോ മാസവും 41,000 രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതും 100% ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. നിങ്ങളോ നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ ഏതെങ്കിലും കുടുംബാംഗങ്ങളോ റിട്ടയർ ആയിട്ടുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ട്രിക്ക് അവർക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നൽകാൻ സഹായിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 2 സീനിയർ സിറ്റിസൺസ് ഉള്ള 2 മുതിർന്ന പൗരന്മാരുള്ള ഒരു വീടിനുള്ളിൽ എങ്ങനെയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം 2 അക്കൗണ്ട് സ്ട്രാറ്റജി SCSS 2 അക്കൗണ്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മികച്ച ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ ഈ ഒരു 2 അക്കൗണ്ട് സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് 2 അക്കൗണ്ട് സ്ട്രാറ്റജി ഉപയോഗിച്ച് വലിയൊരു വരുമാനം എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, സീനിയർ സിറ്റിസന്റെ അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ഒന്നുമല്ല, ഇത് ഇൻഫോർമേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ബേസിക് റൂൾസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് 41,000 രൂപ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും എത്തുന്നത് എന്നതിന്റെ ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ നിയമപ്രകാരം സർക്കാർ അലോ ചെയ്യുന്നത്, സർക്കാർ അനുവദിക്കുന്നത് ഓരോ സീനിയർ സിറ്റിസൺസിനും മാക്സിമം 30 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാനുള്ള ഒരു പരിമിതിയാണ്. പക്ഷെ ഒരു കുടുംബത്തിൽ 2 ആളുകൾ ഉണ്ടെങ്കിൽ, 2 മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു 2 അക്കൗണ്ട് സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. സപ്പോസ് വീട്ടിൽ 2 മുതിർന്ന പൗരന്മാരുണ്ട് എന്നിരിക്കട്ടെ. 60 വയസ്സ് കഴിഞ്ഞ ഹസ്ബൻഡും 60 വയസ്സ് കഴിഞ്ഞ വൈഫും ഉണ്ട് എന്ന് വിചാരിക്കുക. 2 പേർക്കും കൂടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് പകരമായിട്ട് 2 പേർക്കും സെപ്പറേറ്റ് ഓരോ അക്കൗണ്ടും, ഹസ്ബൻഡിന് ഒരു അക്കൗണ്ടും വൈഫിന് ഒരു അക്കൗണ്ടുമായിട്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് 2 അക്കൗണ്ട് സ്ട്രാറ്റജി. ഒരു ഗ്രാഫിക്സിന്റെ സഹായത്തോടെ നമുക്കിത് മനസ്സിലാക്കി നോക്കാം. സോ ഇവിടെ ഈ കോളങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. ഒന്നാമത്തെ അക്കൗണ്ടിൽ 30 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. അതായത് ഹസ്ബൻഡിന്റെ അക്കൗണ്ടിൽ 30 ലക്ഷം രൂപ, വൈഫിന്റെ അക്കൗണ്ടിൽ 30 ലക്ഷം രൂപ. അപ്പോൾ ടോട്ടൽ കമ്പൈൻഡ് ആയിട്ട് ആ വീട്ടിലേക്ക് നിക്ഷേപിക്കുന്ന തുക എത്രയാണ്? 60 ലക്ഷം രൂപ. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 8.2% പ്രതിവർഷം. സോ 2 പേർക്കും 8.2% പലിശ നിരക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോഴുള്ള പേ ഔട്ട്. ഒന്നാമത്തെ അക്കൗണ്ടിന് 61,500 രൂപ, രണ്ടാമത്തെ അക്കൗണ്ടിനും 61,500 രൂപ. ടോട്ടൽ വരുന്നത് ഓരോ 3 മാസം കൂടുന്തോറും 2 പേർക്കുമായിട്ട് 1,23,000 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. അത് പ്രതിമാസ കണക്കിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഓരോരാൾക്കും 20,500 രൂപ വീതം വെച്ച് 41,000 രൂപ പ്രതിമാസം ഹസ്ബൻഡിനും വൈഫിനും കൂടി ലഭിക്കുന്നു. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ 30 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും 61,500 രൂപ ക്വാർട്ടർലി ലഭിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് 2 അക്കൗണ്ട്, നമ്മൾ 2 അക്കൗണ്ട് സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ 61,500 പ്ലസ് 61,500 1,23,000 രൂപ ഓരോ 3 മാസം കൂടുന്തോറും ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഒരു മാസത്തെ കണക്കായിട്ട് പറയുകയാണെങ്കിൽ 41,000 രൂപ ഓരോ മാസവും ലഭിക്കുന്നു. പ്രായമുള്ള ആളുകൾക്ക് അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചെലവഴിക്കാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെലവഴിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. 41,000 രൂപ ഒരു സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു എമൗണ്ട് തന്നെയാണ്. ഓരോ മാസവും ഈ എമൗണ്ട് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ വളരെ പ്രോപ്പർ ആയിട്ട് നടത്തി കൊണ്ടുപോകാനുള്ള ഒരു എമൗണ്ട് ആണത്. ഇനി നമുക്ക് എന്താണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, മുതിർന്ന പൗരന്മാർക്ക്, പ്രായമുള്ള ആളുകൾക്ക് അവരുടെ വാർദ്ധക്യ കാലത്ത് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരാതെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മന്ത്ലി ഇൻകം എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻകം എന്ന രീതിയിൽ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ഓഫ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി അവരെ കേപ്പബിൾ ആക്കുക, അവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒരു ടേബിളിന്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. സോ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പോഴത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 8.2% ഒരു വർഷത്തേക്ക്. നിങ്ങൾ വൺസ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്കുള്ള എൻറ്റയർ ടെന്യൂറിൽ ഈ ഒരു പലിശ നിരക്ക് ലോക്ക്ഡ് ഇൻ ആയിരിക്കും. അതുപോലെ തന്നെ പലിശ കൊടുക്കുന്നത് ഓരോ 3 മാസം കൂടുന്തോറുമാണ്. ഏപ്രിൽ 1, ജൂലൈ, ഒക്ടോബർ, ജാനുവരി. അതുപോലെ തന്നെ ഇതിന്റെ കാലയളവ് 5 വർഷമാണ്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. 5 വർഷത്തെ മെച്യൂരിറ്റി പീരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. മാത്രമല്ല 100% സോവറിൻ ഗ്യാരണ്ടിയുമാണ്. യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഇതിനകത്ത്
ഇൻവോൾവ് അല്ല. സോ മുതിർന്ന പൗരന്മാർക്ക് യാതൊരു റിസ്ക്കും ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിന്റെയോ മ്യൂച്വൽ ഫണ്ടിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളിലേക്ക് പലപ്പോഴും ആളുകൾ മുതിർന്ന പൗരന്മാർ പോകാനുള്ള ഒരു വിമുഖത കാണിക്കാറുണ്ട്. കാരണം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള റിസ്ക് അതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം, അതായത് ഹാർഡ് ഏൺ മണി വളരെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു മികച്ച പലിശ നിരക്ക് ആസ്വദിക്കാനുള്ള ഒരു ഓപ്ഷൻ, റിസ്ക് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ആസ്വദിക്കാനുള്ള ഓപ്ഷൻ സീനിയർ സിറ്റിസൺസിന് ഈ ഒരു സ്കീമിലൂടെ അവൈലബിൾ ആണ്. ബിക്കോസ് ഇത് 100% ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയുള്ള, ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള ഒരു പദ്ധതിയാണ്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുക്കുക എന്നുള്ളത്. ഇന്ന് വളരെ ചെറിയ പ്രീമിയത്തിൽ, വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ ടേം ഇൻഷുറൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാരിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊണ്ട് വാങ്ങാം. 15% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. മാത്രമല്ല കോടികളുടെ കവറേജും. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കും. കോടികളുടെ കവറേജ് ലഭിക്കും എന്ന് മാത്രമല്ല 25% വരെ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. മാത്രമല്ല വെറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ലഭിക്കുന്നു. 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാരുടെ സപ്പോർട്ടും ഉണ്ട്. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മാനേജറുടെ സഹായം ലഭ്യമാണ്. ഇതൊക്കെ എവിടെയാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും. മറ്റെവിടെയുമല്ല, പോളിസി ബസാറിലാണ്. നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വീഡിയോ. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? അതുമാത്രമല്ല ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എത്ര പണമാണ് ആവശ്യമായിട്ടുള്ളത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്. വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത അല്ലെങ്കിൽ VRS എടുത്ത 55-നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കും SCSS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ യോഗ്യതയുണ്ട്. ഇതിന് മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ, അതായത് റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ച് ഒരു മാസത്തിന് ശേഷം SCSS അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കണം. ആര്? 55-നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണെങ്കിൽ. ഇനി അതല്ല 60 വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ള ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു നിബന്ധനയും ഇല്ല. എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് പേഴ്സണൽസ്, അതായത് ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ്, ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ ജോലി ചെയ്ത ആളുകൾക്ക് 50 വയസ്സിൽ തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ യോഗ്യതയുണ്ട്. പക്ഷേ NRIസിന്, അതായത് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിന് സീനിയർ സിറ്റിസൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ജീവിക്കുന്ന ആളുകൾക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യതയില്ല. ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 1000 രൂപ. അതിനുശേഷം 1000ന്റെ മൾട്ടിപ്പിൾസും ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ തുക 30 ലക്ഷം രൂപയുമാണ്. ഇനി SCSSന്റെ ടാക്സ് ബെനിഫിറ്റിനെ കുറിച്ചും TDSനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. വളരെ മികച്ച ടാക്സ് ബെനിഫിറ്റ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനകത്തുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ ഓൾഡ് റെജീം സെക്ഷൻ 80C പ്രകാരം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് പ്രതിവർഷം 1.5 ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ ഓരോ 3 മാസം കൂടുന്നതോറും ലഭിക്കുന്ന പലിശ നിരക്ക്, അതായത് ക്വാർട്ടർലി ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. ഇത് നിങ്ങളുടെ റെഗുലർ ഇൻകം ടാക്സ് സ്ലാബിനെ ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം പലിശ നിരക്ക് ഒരു സാമ്പത്തിക വർഷം 50,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ പോസ്റ്റ് ഓഫീസോ ബാങ്കോ TDS ഡിഡക്ട് ചെയ്യും. ഈ ഒരു TDS ഒഴിവാക്കാനായിട്ട് എല്ലാ വർഷവും ഫോം 15H സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം ടാക്സ് ലിമിറ്റ് താഴെയാണെങ്കിൽ മാത്രം. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും, ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൗണ്ട് എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിലും ഏത് ബാങ്കിലും സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. SBI, PNB, ICICI, HDFC ഇങ്ങനെയുള്ള ബാങ്കുകളിലെല്ലാം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അഡ്രസ് പ്രൂഫും ഐഡന്റിറ്റി കാർഡും, അത് ആധാർ കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, പാസ്പോർട്ട് ആവാം, വോട്ടേഴ്സ് ഐഡി ആവാം, അങ്ങനെ എന്തും ആവാം. അതുപോലെ തന്നെ നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട്. അത് പാസ്പോർട്ട് ആവാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അങ്ങനെയുള്ള എന്തും ആവാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 60 വയസ്സിന് താഴെയുള്ള വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്രൂഫും എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ 5 വർഷത്തേക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. പക്ഷെ പെട്ടെന്ന് 5 വർഷത്തിന് മുമ്പേ തന്നെ ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ട, പിൻവലിക്കേണ്ട ഒരു സാഹചര്യം, എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി ഉണ്ടെങ്കിൽ പ്രീ മെച്യൂർ വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പണം പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടും ലഭിക്കുകയില്ല. ഇനി അഥവാ എന്തെങ്കിലും ഇൻട്രസ്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്നാണെങ്കിൽ തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അത് പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യപ്പെടും. ഇനി അതല്ല 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിലുള്ള കാലയളവിലാണ് നിങ്ങൾ പ്രീ മെച്യൂർ വിഡ്രോവൽ നടത്തുന്നത് എന്നാണെങ്കിൽ 1.5% പെനാൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. 2 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ പ്രീ മെച്യൂർ വിഡ്രോവൽ നടത്തുന്നത് എന്നാണെങ്കിൽ 1% പെനാൽറ്റിയാണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. സോ ഇപ്പോഴുള്ള ഇന്ത്യയിലെ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ ഏറ്റവും മികച്ച പലിശ നിരക്ക് തരുന്ന ഒന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ എങ്ങനെയാണ് 2 അക്കൗണ്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് വളരെ മികച്ച ഒരു പ്രതിമാസ വരുമാനം മുതിർന്ന പൗരന്മാർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഈ വിവരം ഇൻഫോർമേറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.